വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായ ഡിഷസാണ് 3 അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് തക്കാളി സവാള വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട്, ഇതിന് അടുപ്പിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് പഴുത്ത തക്കാളി എടുക്കുക. നന്നായിട്ട് പഴുത്ത തക്കാളി ആവണം. നമ്മൾ നന്നായിട്ട് കഴുകി കൊണ്ടുവരിക, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കെല്ലാം കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 തക്കാളി, ഒരു സവാള, ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തത്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുന്ന നേരത്തൊക്കെ ഒരു ഡിഷ് നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് അത് കൂട്ടി കഴിക്കാനായിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ്. സാമ്പാറിന് 1 കപ്പ് പരിപ്പ് എടുക്കുക. ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മൾ തുവരപ്പരിപ്പ് എടുക്കാം, ചെറുപയർ പരിപ്പ് എടുക്കാം. അപ്പോൾ ആ പരിപ്പ് നന്നായിട്ട് വേവണമെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 6 വെളുത്തുള്ളി, ഒരു 12 ചുവന്നുള്ളി, 2 കപ്പ് വെള്ളം, ഇത്രയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവാൻ വയ്ക്കാം. അതായത് ഒരു 4-5 വിസിൽ കൊടുക്കണം, എന്നാലേ നന്നായിട്ട് പേസ്റ്റ് ആവണം. അപ്പം നമ്മൾ അത് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 2 തക്കാളി, 2 പച്ചമുളക്, 1 സവാള, അത് കട്ട് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം കടുക് പൊട്ടിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഉലുവ, ജീരകം മൂക്കട്ടെ കേട്ടോ. നന്നായിട്ട് മൂത്ത മണം വരണം കേട്ടോ. തീ കുറച്ച് വെക്കണം കേട്ടോ. ഈ സമയത്ത് കടുക് പൊട്ടിക്കുന്ന സമയത്ത് വളരെ കുറച്ച് തീ വെക്കാൻ പാടുള്ളൂ. അതേപോലെ വറമുളക് ഒരു 2 എണ്ണം, ഇത് ചുവന്ന മുളക് 2 എണ്ണം ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഫ്രഷായ കറിവേപ്പില അതുകൂടി ഇട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും, മൂത്ത മണം. തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ചുവന്നുള്ളി, പച്ചമുളക് ഇതെടുക്കുക. അത് ഇതിലേക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വാടി നന്നായിട്ടൊന്ന് ട്രാൻസ്പാരൻ്റ് ആവണം കേട്ടോ. നന്നായിട്ട് മൊരിയാനൊന്നും നിൽക്കണ്ട. ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പഴുത്ത തക്കാളിയാണ്, പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അതിൽ മുന്നായിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതായത് കുറച്ച് മുളക് പൊടി, അതായത് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള നിലയ്ക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എല്ലാ അളവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഇത്രയാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ സാമ്പാർ പൊടി ചേർത്താലും ഇതൊക്കെ ഒന്ന് വേറെ ഇട്ട് കൊടുക്കുക തന്നെ വേണം. പിന്നെ അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് തീ വളരെ കുറച്ച് തന്നെയാണ് ഇപ്പം നിൽക്കേണ്ടത്. എന്നിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി കൂടെയും ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് സാമ്പാർ പൊടി ഇട്ടിട്ടില്ല. സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൂക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് സോഫ്റ്റ് ആവണ വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 കപ്പ് വെള്ളമായിട്ട് ഇപ്പോൾ ടോട്ടൽ ഇനിയുണ്ട് വെള്ളം. ഇനി ലാസ്റ്റ് കൂടെ ഒരു 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആയതിന് ശേഷം മാത്രം പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടിരിക്കുന്നതല്ലേ, അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു തിക്നെസ്സിൻ്റെ, നമുക്ക് സാമ്പാറിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3 കപ്പ് മുതൽ 4 കപ്പ് വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ നല്ല ലൂസായിട്ടുള്ള സാമ്പാറായിരിക്കും. 3 കപ്പ് ഒഴിച്ചു കൊടുത്താൽ തിക്കായിട്ടുള്ള ഒരു സാമ്പാറായിരിക്കും. അതിലേക്ക് കുറച്ച് കോൽപ്പുളി എടുക്കുക. അതിൽ നിന്ന് കുറച്ച് മാത്രം പുളിക്ക് ആവശ്യത്തിന്
ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ള് പഞ്ചസാരയും കുറച്ച് കായം, മല്ലിയില അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി സാമ്പാർ റെഡിയായി. ഇനി അടുത്തത് എന്താ, നമുക്കുള്ളൊരു പുളിങ്കറി. ഈ പുളിങ്കറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു കറിയും വേണ്ട, അത്ര സ്വാദുള്ളൊരു കറിയാട്ടോ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു നാരങ്ങ, ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ കോൽപ്പുളി എടുത്ത് കുറച്ച് വെള്ളം എടുത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി വെക്കുക. 2 കപ്പ് മുതൽ 3 കപ്പ് വരെ ഒഴിക്കാം. പുളിക്കനുസരിച്ച് നമുക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ച് കടുക്, ഉലുവ, വറമിളക്, കറിവേപ്പില ഇത്രയും നമുക്ക് വറുത്തെടുക്കാം. ജീരകമൊന്നും ഇതിലിടണ്ട. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു 3 സബോള അരിഞ്ഞു വയ്ക്കാം. ചെറിയ സബോളയാണെങ്കിൽ, അല്ലെങ്കിൽ 2 എണ്ണം മതി. അത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഒന്ന് വാടി വരുമ്പോൾ ഈ പുളി പിഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്താൽ കറക്റ്റായി. 1 ടീസ്പൂൺ മതി ഷുഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിളച്ച് കഴിഞ്ഞാൽ ഈ കറി റെഡിയായി. ഇങ്ങനെ എത്ര രസമായിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റുകയെന്നറിയോ. ഈ നാടൻ വിഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.